ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിലൂടെ ഇന്ത്യ സഖ്യം നേടിയ മേൽക്കൈ ബീഹാറിൽ തേജസ്വി യാദവിന് കൈവരിക്കാനായില്ല. ഇതിന്റെ കാരണങ്ങൾ തേടുന്ന റിപ്പോർട്ടിലേക്ക്. ഉത്തർപ്രദേശിലെ 80-ൽ 37 സീറ്റിൽ സമാജ്വാദി പാർട്ടിയും 6 സീറ്റിൽ കോൺഗ്രസും ജയിച്ചപ്പോൾ ബി.ജെ.പിക്ക് ജയിക്കാനായത് 33 സീറ്റുകളിൽ മാത്രം. 2019-ൽ സമാജ്വാദി പാർട്ടി 37 സീറ്റിൽ മത്സരിച്ചിരുന്നു. ബി.എസ്.പിയുമായി സഖ്യത്തിലായിരുന്നു അന്ന് സമാജ്വാദി പാർട്ടി. ജയിച്ചത് കേവലം 5 സീറ്റിൽ. ഇത്തവണ അഖിലേഷ് യാദവ് ട്രാക്ക് മാറ്റി. സമാജ്വാദി പാർട്ടി 62 സീറ്റിലും സഖ്യകക്ഷിയായ കോൺഗ്രസ് 17 സീറ്റിലും മത്സരിച്ചു. സമാജ്വാദി പാർട്ടിയുടെ വിജയ സമവാക്യം മുസ്ലിം യാദവ വോട്ട് ബാങ്കായിരുന്നു. യാദവ ഇതര പിന്നോക്ക വിഭാഗങ്ങൾ ബി.ജെ.പിക്കൊപ്പമാണ് ഇതുവരെ നിലയുറപ്പിച്ചിരുന്നത്. ഇത്തവണ യാദവ സമുദായത്തിൽപ്പെട്ട 5 സ്ഥാനാർത്ഥികളെ സമാജ്വാദി പാർട്ടി പട്ടികയിൽ ഉണ്ടായിരുന്നുള്ളൂ. 5ഉം മുലായം സിംഗ് യാദവിന്റെ കുടുംബക്കാർ. 2019-ൽ 37 സ്ഥാനാർത്ഥികളിൽ 10ഉം യാദവ സമുദായക്കാരായിരുന്നു. മുസ്ലിം യാദവ സമവാക്യം PDA അഥവാ പിന്നാക്കക്കാർ, ദളിത്, ന്യൂനപക്ഷങ്ങൾ എന്ന് അഖിലേഷ് യാദവ് മാറ്റി. SP-യുടെ സ്ഥാനാർത്ഥികളിൽ 27 പേർ യാദവേതര പിന്നോക്കക്കാരായിരുന്നു. 15 സ്ഥാനാർത്ഥികൾ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരും. ഇവരിൽ ഒരാളെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിർത്തി ജയിപ്പിച്ചു. 4 ബ്രാഹ്മണർ, 2 ഠാക്കൂർ, 2 വൈശ്യർ, 1 ഖത്രി എന്നിങ്ങനെ 17 മേൽജാതിക്കാരും സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളായി. മുസ്ലിം സമുദായക്കാർ 4 പേർ മാത്രം. പുതിയ സമവാക്യം സമാജ്വാദി പാർട്ടിയുടെ വിജയത്തിൽ പ്രധാന ഘടകമായി. लोकतंत्र में और गिनती जब होती है तो आस और उम्मीद कभी खत्म नहीं होनी चाहिए. आस हमेशा बनी रहनी चाहिए, उम्मीद हमेशा रहनी चाहिए. ബീഹാറിൽ RJDക്കും മുസ്ലിം യാദവ വോട്ടാണ് അടിത്തറ. അതിനുമപ്പുറം സ്വാധീനം വർദ്ധിപ്പിക്കാൻ തേജസ്വി യാദവ് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. RJDക്ക് 4ഉം കോൺഗ്രസിന് 3ഉം CPI-MLന് 2 സീറ്റുകളെ വിജയിക്കാനായുള്ളൂ. മറുവശത്ത് BJPയും JDUവും 12 സീറ്റുകളിൽ വീതവും LJP 5 സീറ്റിലും വിജയിച്ചു. RJD സ്ഥാനാർത്ഥികളിൽ 2 മേൽജാതിക്കാരും 1 ബനിയ സമുദായാംഗവുമേ ഉണ്ടായിരുന്നുള്ളൂ. ചുരുക്കത്തിൽ പരമ്പരാഗത വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് പോകാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞപ്പോൾ മുസ്ലിം യാദവ വോട്ട് ബാങ്കിനപ്പുറം നേടാൻ തേജസ്വി യാദവിനായില്ല. നാഷണൽ ഡെസ്ക് 24. ഇതിന്റെ തുടർച്ചയാണ് അടുത്ത റിപ്പോർട്ടും. മത സാമുദായിക സമവാക്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം 18ാം ലോക്സഭയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട NDA അംഗങ്ങളിൽ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലുമില്ല. NDA പ്രതിനിധികളിൽ 3-ൽ ഒരാൾ മുന്നാക്ക ജാതിയിൽപ്പെട്ടവരാണ്. ആ കണക്കുകളിലേക്ക്. പാർലമെന്റിലടക്കം സ്ത്രീ സംവരണം 33% ബില്ല് പാസ്സായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പക്ഷേ വനിതാ സംവരണ നിയമം ഇന്ത്യയിൽ നടപ്പായിട്ടില്ല. 797 വനിതകളാണ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചത്. BJP 69 വനിതകളെയും കോൺഗ്രസ് 41 പേരെയും മത്സരിപ്പിച്ചു. എന്നാൽ ആകെ വിജയിച്ചത് 74 പേർ. സ്ത്രീ പ്രാതിനിധ്യം ലോക്സഭയുടെ 13.62% മാത്രം. കഴിഞ്ഞ ലോക്സഭയിൽ 78 വനിതകൾ അംഗങ്ങളായിരുന്നു. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസാണ് വനിതാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചതിൽ മുന്നിൽ. തൃണമൂലിന്റെ 29 എംപിമാരിൽ 11 പേരും സ്ത്രീകളാണ്. NDA സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മുന്നോക്ക ജാതികളിൽ നിന്നുള്ളവരായിരുന്നു. ആകെ മത്സരിപ്പിച്ചവരുടെ 31.3%. അതിൽ തന്നെ 15% ബ്രാഹ്മണരായിരുന്നു. NDA മുന്നണിയിൽ നിന്ന് വിജയിച്ചവരിൽ 14.7% ബ്രാഹ്മണരാണ്. ഇന്ത്യ മുന്നണി മത്സരിപ്പിച്ചവരിൽ 10% ബ്രാഹ്മണർ. ഇന്ത്യ മുന്നണിയുടെ ആകെ എംപിമാരിൽ വെറും 12% മുന്നോക്ക ജാതികളിൽ നിന്നുള്ളത്. NDAയുടെ എംപിമാരിൽ 24% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നാണ്. ഇന്ത്യ മുന്നണിയിൽ ഇത് 28%. സംവരണ സീറ്റുകളല്ലാതെ ജനറൽ സീറ്റുകളിൽ പട്ടികജാതി സ്ഥാനാർത്ഥികളെ മുന്നണികൾ മത്സരിപ്പിച്ചത് വിരളമാണ്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി ദളിത് സ്ഥാനാർത്ഥിയായ അവധേഷ് പ്രസാദിനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതാണ് ഇതിൽ ശ്രദ്ധേയമായത്. ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കൂടുതലായി രംഗത്തിറക്കി ഇന്ത്യ മുന്നണി പ്രയോഗിച്ച തന്ത്രം വിജയിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിൽ 12.4% പേർ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഫലം വന്നപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആകെ എംപിമാരിൽ 17% പേർ ഈ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ്. NDA മുന്നണി സ്ഥാനാർത്ഥികളുടെ 1.7% മാത്രമേ ഈ വിഭാഗങ്ങളിൽ നിന്നുണ്ടായുള്ളൂ. അവരിൽ ഒരാൾ പോലും വിജയിച്ചില്ല. ഇന്ത്യൻ ജനസംഖ്യയുടെ 14% മുസ്ലിം മതവിഭാഗം. എന്നാൽ ആകെ മുസ്ലിം എംപിമാരുടെ എണ്ണം 8%-ൽ താഴെയേ വരൂ. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ തീരെ കുറവാണ്.
മുസ്ലിം സമുദായം വിവിധ മണ്ഡലങ്ങളിലായി ചിതറിയ നിലയിലായതിനാൽ മിക്കവാറും മണ്ഡലങ്ങളെല്ലാം തന്നെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്ഥിതിയും ഇതുതന്നെ. അതിനാൽ ഭൂരിപക്ഷ സമുദായങ്ങളെ മത്സരിപ്പിക്കാൻ മുന്നണികൾ നിർബന്ധിതരാകുന്നു. ഇരു മുന്നണികളും മത്സരിപ്പിച്ച ബുദ്ധ സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും ജയിച്ചില്ല. ന്യൂനപക്ഷ പ്രാതിനിധ്യം വർഷം തോറും കുറഞ്ഞു വരുന്നത് വലിയ സൂചനകളാണ് നൽകുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.